എന്തോ വലിയ കലിപ്പാണ്. മുങ്ങുന്നതാണ് ബുദ്ധി. എങ്ങോട്ടേ പോകുന്നേ? അതെ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയിട്ട് വന്ന്. താനെന്തോ ഗൗരവമായിട്ട് ആലോചിക്കയില്ലേ, അതുകൊണ്ട് ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി. ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലേ അതെന്താണെന്ന് വിജയ് ചോദിക്കണ്ടേ? അത് വിജയ് പരിഹരിക്കണ്ടേ? ഇന്ദ്രജയ്, എന്താ തന്റെ പ്രശ്നം? അവള് ആ നന്ദിനിയാന്റെ പ്രശ്നം. നമ്മളെല്ലാവരും കൂടി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അവള് ജയിച്ച് കയറുന്ന എങ്ങനെയാ വിജയ്? അതിനിപ്പോ സംശയം എന്താ? അളിയൻ അവളുടെ കൂടെ കട്ടക്ക് ഇങ്ങനെ നിൽക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ വിജയ് എന്റെ കൂടെ നിൽക്ക്. എനിക്കൊന്ന് ജയിക്കണം. ഞാനിതിൽ കൂടുതൽ എങ്ങനെ നിൽക്കാനാണ്? എനിക്ക് വേറൊന്നും കേൾക്കണ്ട. അവൾക്കൊന്ന് വേദനിക്കണം. അവള് വേദന കൊണ്ട് പൊളയുന്നത് എനിക്ക് കാണണം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോ വിജയുടെ കയ്യില്? നന്ദിനി അളിയന്റെ അടുത്തേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. തടഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ അറഞ്ചോം പൊറഞ്ചോം തല്ലുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യാം, നന്ദിനി സാധനം മേടിക്കാൻ പുറത്തു പോകുമ്പോ ഒരു വണ്ടി കൊണ്ടുപോയി ഇടിപ്പിച്ചാലോ? എങ്ങനെയുണ്ട്? അതിന് അവള് പുറത്ത് പോയാലല്ലേ. ഇപ്പൊ സൂര്യയുടെ കൂടെ അല്ലേ മുഴുവൻ നേരം അവള് പുറത്തു പോകുന്നേ. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ വീട് ഒരു ഓടിട്ട വീടായിരുന്നെങ്കിൽ അടുക്കളയിലെ ഓട് പൊട്ടിച്ച് അവളുടെ തലയിലിട്ട് തല പൊട്ടിക്കായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വിജയ്, മണ്ടത്തരൊന്ന് നിർത്താവോ? നാളെ ഏതെങ്കിലും കാലത്ത് അവൾക്ക് എന്തെങ്കിലും പറ്റുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കണം. അവളുടെ കരച്ചിൽ എനിക്കൊന്ന് കേൾക്കണം, അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതെ, പിന്നാലെ പോയി വടിയെടുത്ത് തലക്കടിക്കാന്ന് വെച്ചാ അത് മതിയാക്കിക്കോ വിജയ്. വിജയ് കൊണ്ട് ഒന്നും നടക്കില്ല. വിജയുടെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടല്ലോ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു എന്ന് വെച്ചാൽ അപ്പോ ഇന്ദ്രജ വേറെ ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? അത്തരം കാര്യങ്ങളൊന്നും പറയല്ലേ. പറഞ്ഞു ചിലപ്പോ അത് സീരിയസ് ആവും. കെട്ടിക്കളയണമെന്നൊക്കെ ഇന്ദ്രജയ്ക്ക് ചിലപ്പോ തോന്നും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ ഞാനും വാശി കാണിക്കും. എന്ത് വാശി? ഞാൻ എന്തെങ്കിലും ചെയ്ത് ചത്തുകളയും, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? ഇന്ദ്രജയ്, തനിക്ക് അവള് വീണ് കണ്ടാ പോരെ? നടുപൊടിഞ്ഞോ തല പൊട്ടിയോ അവള് നിലവിളിക്കുന്ന കണ്ടാ പോരെ? അതെ, ഞാൻ ഏറ്റു. മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താന്ന് പറ. ആദ്യം ഞാനത് വർക്കൗട്ട് ആവുമെന്ന് നോക്കട്ടെ, അതിനുശേഷം ഞാൻ തന്നോട് വന്ന് പറയാം. ഒന്ന് അനുഗ്രഹിച്ചേക്ക്. തന്റെ ഭർത്താവ് ഒരു അംഗത്തിന് പോവാ. അന്ന് അനുഗ്രഹിക്കടി. അയ്യോ, തലയടിച്ച് പൊളിക്കാനല്ല പറഞ്ഞത്. വെയിറ്റ് ആൻഡ് സീ. എന്ത് കാണിക്കാനാണാവോ? സുരസ, ഞാനൊരു കാര്യം പറഞ്ഞ ആരോടെങ്കിലും പറയോ? ഇല്ലല്ലോ. ഐ ലവ് യു. ഈ ഷർട്ട് ഇട്ട് നിൽക്കുമ്പോഴേ സൂര്യ സാറിന് കുറച്ച് ഗൗരവം കൂടുതലല്ലേ? പക്ഷേ സൂര്യ സാറിന് ആ ഗൗരവം വേണം.
കമ്പനി പോകുമ്പോൾ വേണം, കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുമ്പോഴും വേണം. പക്ഷേ എന്നോട് വേണ്ട കേട്ടോ. ഇതിട്ടിട്ട് സാറിനെ നോക്കുമ്പോഴേ കണ്ണെടുക്കാൻ തോന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. സാറിനറിയോ ഞാനിപ്പോ സാറിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? മുൻപൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയോ? സാർ എന്നോട് നല്ല രീതിയിൽ പെരുമാറും, എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും പറയില്ല. എന്നിട്ട് സാറ് തന്നെ പറയാറില്ലേ നല്ലൊരു ഫ്രണ്ടാണെന്ന്? ആ, അങ്ങനെയൊക്കെ മതിയെന്ന് ഞാനും കരുതി. എന്നാ ഇപ്പൊ അങ്ങനെയല്ല. ദേ, ഈ താലി കണ്ടോ? ഇത് കഴുത്തി കിടക്കുമ്പോ ആദ്യമൊക്കെ എനിക്കൊരു തരം പൊള്ളലായിരുന്നു, ഒരു തരം ദേഷ്യം വരും. ഇത് വെച്ചാണല്ലോ എന്നെ കുരുക്കി കളഞ്ഞതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ താലി എന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോ സാർ എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നുള്ളൊരു വിശ്വാസം. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ നിന്നൊക്കെ സാർ എന്നെ രക്ഷിക്കാൻ വരുന്നുള്ള തോന്നലും വിശ്വാസമാണ്. അങ്ങനെ മൊത്തത്തിൽ നന്ദിനി ഇപ്പൊ സാറിന്റെയാ. ചുറ്റും നിൽക്കുന്നവരൊക്കെ എതിർത്തോട്ടെ, എന്നെ ആട്ടിപ്പായിക്കാൻ നിന്നോട്ടെ. പക്ഷെ ഞാനെന്റെ സാറിനെ വിട്ട് എങ്ങോട്ടും പോയില്ല. എന്താന്നും മിണ്ടാത്ത? ഞാനൊരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചില്ലേ എന്നെ ശരിക്കും ഇഷ്ടമാണോന്ന്? അതിനുള്ള മറുപടി പറ. മുൻപ് സാർ എന്നെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചു, അത് അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയാ. പക്ഷേ ഇപ്പൊ അതിന് മാറ്റമുണ്ടോ? സാർ അമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്നതിനല്ലാതെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സൂര്യ സാർ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. മറുപടി പറ. എന്നെക്കുറിച്ചിപ്പോ സാറിന്റെ മനസ്സിൽ എന്താ തോന്നുന്നേ? അതൊന്ന് പറഞ്ഞേ, എനിക്കതറിയണം. ഞാൻ ആരാ? എന്റെ സ്ഥാനം എന്താ സാറിന്റെ മനസ്സില്? എനിക്കത് അറിയണം. പറയൂ. ഞാൻ എന്ത് മറുപടിയാണ് നന്ദിനി പറയേണ്ടത്?